ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. എല്ലാം സമർപ്പിച്ചുകൊണ്ട് അതിനാഥനായ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിലും ഭക്തിയിലും ആശ്രയിച്ച് ആ കരതാരിൽ പരിപൂർണമായി ജീവിതം കൊടുത്തുകൊണ്ട് പൊന്നുതമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ രാത്രിയിലെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ എല്ലാ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും ആനന്ദവും ഭക്തിയോടെ സമർപ്പിച്ചുകൊണ്ട് പാടാം. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ദിവ്യകാരുണ്യ കണ്ണുകളിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് പാടാം. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. കുടുംബത്തെയും ദാമ്പത്തിക ജീവിതത്തെയും സാമ്പത്തിക പ്രതിസന്ധികളെയും മക്കളെയും തൊഴിൽ മേഖലകളിൽ പെട്ടുപോയ വിദേശത്ത് കുടുങ്ങിപ്പോയി ചെറുപ്പക്കാരെ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് സമർപ്പിച്ചുകൊണ്ട് വിടുതൽ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. വളരെ തീക്ഷ്ണതയോടുകൂടെ കെട്ടുകളും ബന്ധനങ്ങളും അഴിയുവാൻ ജീവനുമെൻ്റെ മാനസിക അസ്വസ്ഥതകളുടെ കെട്ടുകൾ അഴിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ ഉത്സവമായ ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ തൊടട്ടെ, സ്പർശിക്കട്ടെ. ഈശോയെ തൊടണമേ, സ്പർശിക്കണമേ. കുമ്പിടുന്നു. ആരാധന എല്ലാം സമർപ്പിക്കാം. മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഒറ്റപ്പെടലുകളും വേദനയും ഏകാന്തതയും ശൂന്യത മുഴുവനും നികത്തുന്ന തമ്പുരാന്റെ മുമ്പിൽ ജീവിതം കൊടുത്ത് ആരാധന
സൗഖ്യമായി ഞങ്ങളിൽ ജ്വലിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ 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 ഈശോ. ആ തിരുനാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ തിന്മകളും വിട്ടുപോകുന്നതിനു വേണ്ടി ഈശോ 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 ഈശോ. കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. വിടുതൽ കിട്ടട്ടെ, വിടുതൽ കിട്ടട്ടെ, വിടുതൽ കിട്ടട്ടെ. അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവികാരുണ്യ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാനും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുവാനും ആഗ്രഹിക്കുന്നവരും മുഴുവനും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ, അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ തോന്നണമേ. ഈശോയെ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. രോഗികളെ സുഖപ്പെടുത്തട്ടെ, ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ജ്വലനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഈശോയെ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. അഭിഷേകത നിറയണമേ, അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഈശോയെ ലോകത്തെ വിശുദ്ധീകരിക്കട്ടെ, യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, കടബാധ്യതകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ പറ്റി ആകുലപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. രക്ഷാകരമായ യേശുവിന്റെ ശക്തമായ ഇടപെടലുകൾ തകർന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് കൃപയൊഴുകട്ടെ. അച്യുതനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അരുണിനെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നോട് പ്രാർത്ഥന ചോദിച്ച നൂറുകണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കുന്ന ജോബിഷിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ നിമിഷം നാളത്തെ വിടുതൽ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ പുസ്തക രചനയെ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അമേരിക്കയിൽ തപസ് ധ്യാനത്തിനുള്ള വഴി തെളിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗത്ത് അമേരിക്കയിലെ ആ വലിയ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണ തോന്നണമേ, ദിവ്യകാരുണ്യനാഥന്റെ വലിയ വിടുതൽ കിട്ടട്ടെ. ഈശോയെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ പൊറുക്കണമേ, അപരാധങ്ങൾ കഴുകണമേ, കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. യേശു നാമത്തിൽ അഗ്നി കൊണ്ട് ജ്വലിക്കട്ടെ. ഈശോയുടെ തിരുനാമത്തിന്റെ ശക്തിയും ആ ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ടയുടെ ജ്വലനം കൊണ്ട് എന്റെ ജീവിതത്തെ അവിടുന്ന് ധന്യമാക്കണമേ, മനസ്സിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, നിങ്ങൾ ഓരോരുത്തരും ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ സ്പർശനത്തിലൂടെ വൈകാരികവും ബൗദ്ധികവുമായ തിന്മയുടെ ശക്തികൾ, ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗപീഠകളും സൗഖ്യമായി കർത്താവ് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ നല്ല ഈശോയെ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾ പുതിയപ്പെടട്ടെ. ആ കൃപയെ ഓവർഷാഡോ ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ ശക്തി പ്രാപിച്ചതുപോലെ രക്തസാക്ഷികൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആന്തരിക ബലം നൽകി അനുഗ്രഹിക്കണമേ. ദുരിതങ്ങൾ അനുഭവിച്ച് കർത്താവിന്റെ ക്രൂശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനുള്ള ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകത നിറയട്ടെ. ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ തിന്മയിൽ നിന്നും, പൈശാചിക സാന്നിധ്യത്തിൽ നിന്നും തിരുസഭയെയും തിരുസഭാ ധനിയരെയും കർത്താവേ നീ വിശുദ്ധീകരിച്ച് രക്ഷിക്കണമേ. അഭിഷേകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ദാമ്പത്തിക ബന്ധങ്ങളിൽ തകർച്ച വന്നവര് തകർന്നു പോകാതെ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കപ്പെടട്ടെ. ഈശോയെ, എന്റെ ദൈവമേ, കടബാധ്യത കൊണ്ട് മനസ്സ് തകർന്നവരെ രക്ഷിക്കണമേ. മക്കളുടെ ജീവിത രീതിയിൽ മനം മടുത്ത മാതാപിതാക്കളെ ഓർത്ത് ഈ നിമിഷം അവരുടെ മാനസാന്തരം, മക്കളുടെ അകാലത്തിൽ മരണമടഞ്ഞ
ചില വ്യക്തികളുടെ സഹോദരങ്ങളുടെ എൻ്റെ അനുജന്റെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധനാ ശുശ്രൂഷകൾ ലോകത്ത് ശക്തി കൊടുക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ, സഭ നവീകരിക്കപ്പെടട്ടെ, സഭ വളർച്ചയിലെ പാതയിൽ മിഷൻ ചൈതന്യം ശക്തി പ്രാപിക്കട്ടെ, സമർപ്പിത വൈദിക ജീവിതങ്ങൾ കുർബാനയിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ നടക്കുന്ന നിത്യമായ ആരാധനയും എല്ലാ ദിവസത്തെ ദിവ്യകാരുണ്യ ശുശ്രൂഷകളും ചൊവ്വാവള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ആയിരങ്ങൾ സാക്ഷ്യപ്പെടുത്തിയുള്ള ശുശ്രൂഷകൾ വലിയ അഭിഷേകമായി സ്വർഗം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിവിധ രാജ്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് ദിവ്യകാരുണ്യനാഥൻ സൗഖ്യത്തിന്റെ നീരുറവയൊഴുക്കി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ യേശുവേ, നന്ദി. ഈശോയെ ആരാധന ആരാധന ആരാധന. പ്രിയപ്പെട്ടവരെയും നീ മാത്രം ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. ആ കൃപ മാത്രം മതി, ആ സാന്നിധ്യം മാത്രം മതി. എൻ്റെ ജീവിതത്തിന് കൃപയൊഴുകട്ടെ, ആനന്ദമുണ്ടാകട്ടെ, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി നൽകട്ടെ. രക്ഷയാകുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ കൃപ, ത്രിയേക ദൈവത്തിൻ്റെ സാക്ഷ്യകൂടാരമാണ് ദിവ്യകാരുണ്യം. ആ ത്രിത്വത്തിൻ്റെ കരങ്ങളിലേക്ക് ഐക്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ വളർച്ചയും ഐക്യവും ശക്തിപ്പെടുന്നതിനു വേണ്ടി, തിരുസഭ തകർക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഈശോയെ രക്ഷിക്കണമേ. കുരിശ് തകർക്കപ്പെടുന്ന, ദേവാലയങ്ങൾ തകർക്കപ്പെടുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ മാനസാന്തരത്തിനു വേണ്ടി, ഈശോ തീവ്രവാദം കെട്ടടങ്ങുന്നതിനു വേണ്ടി, യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനു വേണ്ടി, കുടുംബ ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നതിനു വേണ്ടി, ഈശോയെ കടബാധ്യതയിൽ വേദനിക്കുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടി, ഈശോയെ പഠന വൈകല്യവും ശാരീരിക അസ്വസ്ഥതകളും നേരിടുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, തളർവാദം പിടിവിട്ട് ഏക്കാൻ വയ്യാതെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന കുട്ടികളും യുവജനങ്ങളും മാതാപിതാക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് രക്ഷാകരമായ അനുഭവത്തിന് വേണ്ടി ഈശോയെ കരുണയോടെ പ്രാർത്ഥിക്കുന്നു. നാഥാ നീ മതി എനിക്ക്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈരടി ഏറ്റുപാടിക്കിയ ദിവ്യകാരുണ്യത്തെ നോക്കി. നിൻ കൃപ മതി എനിക്ക്. സൗഖ്യം നാഥ, സുഖപ്പെടുത്തണമേ. നാഥാ നീ മതി എനിക്ക്. പൈശാചികത വിളയാടുന്ന കുടുംബങ്ങളും, ബ്ലാക്ക് മാസിന് ഇരയായ വ്യക്തികളും, നിരീശ്വരവാദം ശക്തമായി പ്രഖ്യാപിക്കുന്ന വ്യക്തികളെയും അത് പിൻചെല്ലുന്നവരെയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയും ദിവ്യകാരുണ്യത്തിൻ്റെ ഉത്സവവും വിസ്മയവും ലോകം തിരിച്ചറിയാൻ ഈ ബലിപീഠത്തെ നീ ഉപയോഗിക്കണമേ. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവത്തിലൂടെ സൗഖ്യവും ജീവിതത്തിൽ തിരിച്ചുവരവും നടന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പാടാം. ഈശോയെ മതി എനിക്ക്. നീ മാത്രം മതി എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ. നിൻ കൃപ മതി എനിക്ക്. എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി രക്ഷപ്പെടുമെന്ന ശതാധിപന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് നിന്റെ ആത്മാവിൻ്റെയും നിന്റെ വചനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അഭിഷേകം കരുണ കൊണ്ട് നൽകണമേ എന്ന്, കൃപയോടെ ഒഴുക്കണമേ എന്ന്. ഞാൻ ജനിച്ച എൻ്റെ കുടുംബത്തെയും അകാലത്തിൽ മരണമടഞ്ഞ അനുജൻ്റെ ആത്മാവിനെയും പ്രായമായി മൃതിയടഞ്ഞ എൻ്റെ അമ്മയുടെയും ഇങ്ങനെ മരണവേദന അനുഭവിക്കുന്നവരെയും മരിച്ച അപ്രതീക്ഷിതമായി മരണം സംഭവിച്ച കുടുംബങ്ങളെയും കർത്താവേ, വിശ്വാസം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിലായിരിക്കുന്നവര് പ്രതീക്ഷയുടെ ഈ സൂര്യകിരണങ്ങളിലേക്ക് ജനം വ്യക്തികൾ തിരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഏറ്റേറ്റു പറഞ്ഞ് ആരാധിക്കുവാനുള്ള കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ
നമ്മുടെ കഴിവല്ല, നിന്റെ കരുണയാണ് വലുത്. നിൻ കൃപയാണേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് കൃപയുടെ വലിയ കൃപ കൊണ്ട് വിളനിലമാക്കണമേ. യേശുവേ നന്ദി. യേശുവേ ആരാധന, ആരാധന. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. സ്പർശിക്കട്ടെ കർത്താവേ, സ്പർശിക്കട്ടെ ദൈവമേ. മാനസാന്തരം നൽകട്ടെ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ നിന്റെ കരുണ കൊണ്ട് കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിറയണമേ. ഈശോയെ സ്പർശിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈ ദേവാലയത്തിലേക്ക് കൃപയൊഴുകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. എന്നെ വിശുദ്ധീകരിക്കണമേ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. നിങ്ങളെല്ലാവരും ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലേക്ക് നോക്കി കുടുംബത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കട്ടെ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയെ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേകത നിറയണമേ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയെ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ കരുണ തോന്നണമേ. അഭിഷേകത നിറയണമേ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയെ നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും രാജ്യത്തെയും എല്ലാവിധ മഴക്കെടുതിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം മഴ പെയ്യുവാനുള്ള വഴി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ക്ഷോഭത്തിൽ നിന്ന് രക്ഷ നൽകണമേ. യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിടുതൽ കൊടുക്കണമേ. വിടുതൽ കൊടുക്കട്ടെ. ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ ശക്തി നിർവീര്യമായി തീരട്ടെ. കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളുടെ മനസ്സാക്ഷിയിൽ നിന്നും തിന്മ വിതയ്ക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരം കൊടുക്കുന്നതിന് വേണ്ടി ഈശോയെ എന്റെ ദൈവമേ മാനസിക തകർന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് അഭിഷേകത്തോടെ പാടി സ്തുതിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടി, രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി കർത്താവെ കാരുണ്യപൂർവ്വം നീ ഇടപെടണമേ. വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ ദിവ്യകാരുണ്യ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിനും സഹോദരീ സഹോദരന്മാരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അത്യുന്നതൻ്റെ ശക്തി ഒഴുകട്ടെ. ഈ ആരാധനയിലൂടെ ഇത് പങ്കുവയ്ക്കുന്നവർക്ക് വിടുതൽ കിട്ടുമെന്നുള്ള കർത്താവിൻ്റെ ദർശനവരം അവരിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോരുത്തരും 10 പേർക്ക് വീതം വെച്ച് നൽകുവാൻ ഈ ഓൺലൈൻ പ്രോഗ്രാം സഹായമാകട്ടെ. സൗഖ്യങ്ങൾ നൽകട്ടെ. വിടുതൽ കിട്ടട്ടെ. രോഗസൗഖ്യങ്ങളും മാനസികമായ അസ്വസ്ഥതകൾ, പിരിമുറുക്കങ്ങൾ, ആകുലതകളും ഉത്കണ്ഠകളും പരിപൂർണമായി എടുത്തു മാറ്റുവാൻ കർത്താവ് പ്രതീക്ഷയുടെ തൈലം കൊണ്ടും പ്രതീക്ഷയുടെ നീരുറവയിൽ നിന്നും ജലം യേശുവാകുന്ന ജലം കോരിക്കുടിക്കുവാൻ തക്കവിധം മനസ്സിനെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പാടാം കരങ്ങളടിച്ചുകൊണ്ട്. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളടിച്ചു പാടി എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വിവിധ ഇടങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ചുകൊണ്ട് ആ വലിയൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരിക. ശക്തമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകത്തോടെ പാടിക്കുക. കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. മനസ്സ് കർത്താവ് ഇടപെട്ട് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ കൃപയൊഴുകണമേ. നിന്റെ കൃപയൊഴുകട്ടെ കർത്താവേ. നിന്റെ സൗഖ്യം നൽകട്ടെ. വലിയ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ. സ്വർഗം തുറക്കട്ടെ. ആ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ നിന്റെ കൃപയും വരവും കൊണ്ട് നിറയ്ക്കണമേ. അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസുകളും ധ്യാനങ്ങളും ഒക്കെ അഭിഷേകത്തോടെ നടത്തുവാനുള്ള കൃപ ചൊരിയട്ടെ. ഈശോയെ സ്വർഗം തുറക്കണമേ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. അത്യുന്നതന്റെ ശക്തി
ഒഴുകട്ടെ. ആ കൃപ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരങ്ങൾ കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കുവാനുള്ള വരം, കരുണ കാണിക്കാനുള്ള വരം, സൗഖ്യം കൊടുക്കുവാനുള്ള വരം കൊടുക്കട്ടെ. കർത്താവേ, അഭിഷേകത്തെ വിടുതൽ കിട്ടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ വലിയ കൃപ ഒഴുകട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ലോകത്ത് പ്രസരിക്കട്ടെ. സമാധാനം കൊടുക്കട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. എല്ലാം പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ കൊടുക്കട്ടെ. പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള വരം എല്ലാ വ്യക്തികൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം വഴക്കടിക്കാതെ, അകൽച്ച പാലിക്കാതെ ജീവിക്കുവാൻ ശാന്തിയുള്ള ഒരു ലോകം നൽകണമേ എന്ന്, ഈ സഭയിൽ ഐക്യം ഉണ്ടാകണമേ എന്നും, സഭ നവീകരിക്കപ്പെടുവാൻ ഇടയാകണമേ എന്നും, മാനസാന്തരങ്ങൾ സഭയിൽ നടക്കുവാൻ, യേശുവിലേക്ക് തിരിയുന്നതിനു വേണ്ടി, കൂദാശകളിലേക്ക് ജനം അടുക്കുന്നതിനു വേണ്ടി, ആശുപത്രികളിലും കുടുംബങ്ങളിലും മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ടായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു. വൈദിക മേൽദ്യക്ഷന്മാരുടെ എല്ലാ നിയോഗങ്ങളെയും, രക്തസാക്ഷികളുടെ നിയോഗങ്ങളോട് അവരുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ ആരാധനയിൽ അഭിഷേകം നിറയുന്നതിനു വേണ്ടി പിതാവ് കാരുണ്യപൂർവ്വം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അഭിഷേകത്തോടെ യേശുവിനെ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ, കാരുണ്യത്തിനാഥനെ ഞാൻ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ, സൗഖ്യമുണ്ടാകട്ടെ. അടിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അഭിഷേകം നിങ്ങളിൽ നിറയുന്നതിനു വേണ്ടി കർത്താവേ, നീ സ്വർഗം തുറന്ന് ഇവരിലേക്ക് നിന്റെ കൃപയൊഴുകണമേ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. യേശുവേ, സാന്നിധ്യം നിറയട്ടെ, സാന്നിധ്യം നിറയട്ടെ. സ്പർശിക്കട്ടെ കർത്താവ്, സ്പർശിക്കട്ടെ. അവിടുന്ന് സ്വർഗം തുറന്നിറങ്ങി വന്ന് ഈ ജനത്തെയും വിശ്വാസ സമൂഹത്തെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കട്ടെ കർത്താവേ, സ്പർശനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ആ സാന്നിധ്യം നിറയട്ടെ, വലിയ വിടുതൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ, മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ, നിരാശ വിട്ടുപോകട്ടെ, പ്രതീക്ഷ നിറയട്ടെ, ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൗരോഹിത്യത്തിന്റെ നാമത്തിൽ ഓരോരുത്തർക്കു വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തി ഒഴുകണമേ, ശക്തി ഒഴുകട്ടെ കർത്താവേ, കൃപയൊഴുകട്ടെ കർത്താവേ, കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ എല്ലാ ബലഹീനതകളെയും സമർപ്പിക്കുന്നു. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. സ്പർശനം നൽകട്ടെ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ തൊടുന്നുണ്ട്, രോഗങ്ങൾ സുഖപ്പെടുന്നുണ്ട്. ഈശോയേ, 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 ഈശോയേ. ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകുന്നു. ആ സ്നേഹം ചൊഴിയുന്നു, സ്നേഹം പൊഴിയുന്നു, സ്നേഹം ഒഴുകുന്നു, സ്നേഹം സ്പർശിക്കപ്പെടുന്നു, സ്നേഹം മുറിയപ്പെടുന്നു, സ്നേഹം ദിവ്യകാരുണ്യത്തിലൂടെ കരുണ ഒഴുകുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിടുതലുണ്ടാകുന്നു, വിടുതൽ കിട്ടട്ടെ, ഡെലിവറൻസ് നടക്കട്ടെ, ഡെലിവറൻസ് നടക്കട്ടെ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന കർത്താവേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. എല്ലാവരും തിരുനാമം ഉരുവിട്ട് ആ ശക്തിയിൽ, ആ വിശുദ്ധിയിൽ, ആ സ്നേഹത്തിന്റെ അഭിഷേകം പൊതിയാൻ വലിയ യേശുവേ, 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 യേശുവേ. തിരുനാമം ഉരുവിട്ടുകൊണ്ട് ലോകത്തെ കീഴടക്കുക. കുടുംബത്തിന്റെ പ്രശ്നത്തിൽ നിന്നും വിടുതലുണ്ടാകട്ടെ യേശുവേ. മനസ്സ് തകർന്നവരെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഈശോയെ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു നിമിഷം നിശബ്ദമായി ദിവ്യകാരുണ്യത്തെ നോക്കി ഹൃദയത്തിൻ്റെ വേദനകളും മനസ്സിൻ്റെ കെട്ടുകളും കണ്ണുനീരും ഉറക്കം കെടുത്തുന്ന പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ച് പരിഹാരം ഈ വിശുദ്ധമായ സാക്ഷി കൂടാരത്തിൽ കണ്ടെത്തുക. ഞാൻ ദൈവമാകുന്നു. എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് ഞാൻ സ്വർഗം തുറന്ന് അനുഗ്രഹം പൊഴിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, കരുണ തോന്നി അനുഗ്രഹിച്ചാലും അത്യുന്നതന്റെ ശക്തി എന്നിലേക്കും ഇവരിലേക്കും ചൊരിഞ്ഞു പൊതിയണമേ. ആ ശക്തിയിൽ ആശ്രയിച്ച്
പ്രതിസന്ധികളെ മറികടക്കാനുള്ള കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ വെളിപാട് വരെയുള്ള തിരുവചന വായന യാത്രയിൽ കൂടെ കൂടെ തെളിഞ്ഞു വരുന്ന ആ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ഏത് ഭീതിയിലും മരണത്തിൻ്റെ നിഴലിലുമുള്ളവർക്ക് ബലം പകരുന്നൊരു വചനമുണ്ട്. ഞാൻ ആരെയും അനാഥരായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു തിരുവചനം ഈ രാത്രിയിലും മനസ്സിൽ, ചിന്തയിൽ, ഭാവനയിൽ, സംസാരത്തിൽ, പ്രാർത്ഥനയിൽ ആഴമായ വിധത്തിൽ ബോധ്യത്തോടെ രേഖപ്പെടുത്തണം നിങ്ങളുടെ മനസ്സിൽ. ഞാൻ ആരെയും അനാഥരായി വിടുകയില്ല. സിംഹക്കുഴിയിലും വാൾമുനയിലുമൊക്കെ വിശ്വാസികളെ പിടിച്ചു നിർത്തിയ, ബലപ്പെടുത്തിയ തിരുവചനമാണ് ആരെയും ദൈവം അനാഥരായി വിടുകയില്ല. കൂടെ സഞ്ചരിക്കുന്ന, ബലപ്പെടുത്തുന്ന, സ്വാന്തനമേകുന്ന, കണ്ണുനീരൊപ്പുന്ന, സൗഖ്യപ്പെടുത്തുന്ന, ജീവിതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് കയറിക്കൂടുന്ന, പൊതിയുന്ന, അഭിഷേകമാകുന്ന ആ വലിയ തിരുവസ്ത്രം കൊണ്ട് നമ്മളെ പൊതിയുന്ന ഒരു അനുഭവത്തിന് വിളിക്കുന്ന പേരാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയപ്പെട്ടവരെയും, തടവറയുടെ ഭീതിയിലും മരണത്തിൻ്റെ നിഴലിലുമായിരുന്ന, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഒരു വൈദികന്റെ ഡയറി കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: മുമ്പിൽ മരണവും കൂടെ പീഡനങ്ങളും നിരാശയെ നിറഞ്ഞ രാത്രിയിൽ എൻ്റെ മനസ്സിലേക്ക് കുളിർത്തന്നലായി പുലർകാല മഞ്ഞ് പോലെ പെയ്തിറങ്ങിയ ഒരു തിരുവചനമാണ് ഈശോയുടെ ദിവ്യമായ വാക്യം: മകനെ, ഞാൻ കൂടെയുണ്ട്, അനാഥനായി നിന്നെ വിടുകയില്ല. ഈ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത ആനന്ദം ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, തടങ്കൽ പാളയത്തിൽ ഞാൻ അനുഭവിച്ച ദുരിതപൂർണമായ മരണം മുന്നിൽ കണ്ട നാൾ വഴികളിലെ എന്നെ ബലപ്പെടുത്തിയ സത്യമായ വചനം അതാണ്. അദ്ദേഹം പിന്നീട് എഴുതി, ഈ ഒരു ദുരിതമായ പൂർണ്ണമായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ എന്ന വണ്ണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആന്തരികതയിൽ ആനന്ദം അനുഭവിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് നെഗറ്റീവ് അവസ്ഥയിലും നമ്മളെ പിടിച്ചു നിർത്തേണ്ട തിരുവചനമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നിരന്തരം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന, അനുഭവിച്ചറിയുന്ന, നമ്മൾ അടുക്കുന്തോറും ജ്വലിപ്പിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകടമായ ഉത്സവ വാക്യമാണ്: ഞാൻ ഒരിക്കലും അനാഥനായി നിങ്ങളെ വിടുകയില്ല. അനാഥരായി. ഈ ഒരു വാക്യത്തിൻ്റെ പ്രകടമായ വെളിപാട് ദിവ്യകാരുണ്യത്തിലും വിശുദ്ധമായ തിരുവചനത്തിലുമാണ്. ഇതനുഭവിക്കുന്നത് ജപമാല കയ്യിലെടുക്കുമ്പോഴാണ്, കുരിശ് രൂപം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴാണ്. കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് വാൻ ടു വാൻ എന്ന് പറയുന്ന
കാലഘട്ടത്തിലെ തടവറയിലെ രക്തസാക്ഷിയും മധ്യസ്ഥനുമായ വിയറ്റ്നാമില് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ കീഴിലുള്ള ആ തടവറയിൽ അകപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, പ്രിയപ്പെട്ടവരെ. അതായത് വിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യം തടവറയിൽ എന്നെ ശക്തനാക്കി എന്നാണ്. എല്ലാ ദിവസവും 3 തുള്ളി വീഞ്ഞുകൊണ്ടും ചെറിയൊരു പാർട്ടിക്കിൾ കൊണ്ടും തടവറയില് കാസയും പീലാസയും കൈകളിലെടുക്കാതെ കൈവെള്ളയിൽ 3 തുള്ളി വീഞ്ഞെടുത്തുകൊണ്ട് തടവറയിലെ ആ തണുത്തുറഞ്ഞ മരക്കട്ടില് ബലിപീഠമാക്കി അദ്ദേഹം അർപ്പിച്ച ബലി, പിന്നീട് അദ്ദേഹം പറയുന്നു 18 വർഷത്തിനു ശേഷം ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ അർപ്പിച്ച ഏറ്റവും കൃപ നിറഞ്ഞതും ആനന്ദം നിറഞ്ഞതും എന്നെ ബലപ്പെടുത്തിയതുമായ വിശുദ്ധ ബലി അതായിരുന്നു. 3 തുള്ളി വീഞ്ഞ് കൈവെള്ളയിൽ ഒഴിക്കുകയും ഒരു ചെറിയ പാർട്ടിക്കിൾ കൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്ത നാളുകളാണ് എൻ്റെ ജീവിതത്തിലെ സുന്ദരമായ ആത്മീയതയുടെ ബലം കിട്ടിയ വിശുദ്ധമായ ആ ബലിപീഠവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ നിറഞ്ഞ ശക്തിയും സാന്നിധ്യവും ഞാൻ അനുഭവിച്ചത് അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലൂടെ, തിരുവചനത്തിലൂടെ, ബലിയർപ്പണത്തിലൂടെ അനാഥനായി വിടുകയില്ലെന്നുള്ള തിരുവാക്യം അക്ഷരം പ്രതി നമ്മളിലെ പൊതിയുന്ന അനുഭവത്തിന് വിളിക്കുന്ന പേരാണ് ആരാധന. ആയിരക്കണക്കിന് മനുഷ്യർക്ക് സൗഖ്യം കൊടുത്ത ഈ ബലിപീഠവും ദിവ്യകാരുണ്യ ആരാധനയും നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധനയുടെ ആശീർവാദത്തിന് നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ, അത്യുന്നതിൻ്റെ ശക്തി ഒഴുകട്ടെ, എല്ലാവർക്കും കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ അവിടുന്ന് സംപ്രീതനാകുന്നതിന് വേണ്ടി, വലിയ വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, ഈ ദിവ്യമായി വിരുന്നുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നതിന് വേണ്ടി, പരിശുദ്ധ കുർബാനയുടെ ഈ വിടുതൽ ശുശ്രൂഷ ലോകം മുഴുവൻ വിശുദ്ധീകരിച്ച് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യത്തിൽ നിന്നും വലിയ അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ വേദിയായി ഈ ബലിപീഠം മാറിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ പൗരോഹിത്യ ശുശ്രൂഷയും ജീവിതവും വിശുദ്ധമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയൊഴുകട്ടെ. ആരാധന, ആരാധന, സ്തുതി, നന്ദി.
പരിശുദ്ധ പരമമാ